പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ ശക്തി തിരുവെഴുത്തിലൂടെ നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുന്നത് എത്ര മഹത്വമുള്ള കാര്യമാണ് പ്രിയമുള്ളവരെ. തനിയെ നിൽക്കാത്തവർ, നമുക്കറിയാം ആരാണ് തനിയെ നിൽക്കാത്തവർ. കാലിൽ ബലമില്ലാത്തവർ. നമുക്ക് ആർക്കും തനിയെ നിൽക്കാൻ കഴിയാത്തവരാണെന്ന് ഞാൻ തിരുവെഴുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. യെശയ്യാ പ്രവാചക പുസ്തകം 42-ാം അധ്യായം 1-ാം വചനം. ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ. കണ്ടോ, ആരാ താങ്ങിയത്? എന്റെ കർത്താവ്. നമുക്ക് തനിയെ നിൽക്കാൻ കഴിയത്തില്ല, നമ്മളെ താങ്ങി നിർത്തിയതാ. നമുക്ക് തനിയെ ഒന്നും ചെയ്യാൻ കഴിയേല. നമ്മളെ താങ്ങി നടത്തുന്നത് കൊണ്ടാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ദൈവത്തിന്റെ ഒരു സപ്പോർട്ട് നമുക്കുണ്ടാകുന്നു പ്രിയമുള്ളവരെ. ദൈവം നമ്മെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ തനിയെ ചെയ്യാൻ പ്രാപ്തനാണ്, ആരും എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അവൻ താഴെ വീഴാൻ സാധ്യതയുള്ളവനാണ്, അല്ലെങ്കിൽ വീണ് കഴിയുന്നു എന്നത് ഉറപ്പിച്ചോണം. ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്. നമ്മെ താങ്ങി നിർത്തുന്ന ഒരു കർത്താവ്, നമ്മെ അനുഗ്രഹിക്കുന്ന മഹാപരിശുദ്ധൻ. രണ്ടാമത് നോക്കിക്കേ, ഞാൻ എൻ്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു, അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. കണ്ടോ, താങ്ങി നിർത്തുന്ന ദൈവം രണ്ടാമത് നമ്മോട് പറയാണ്, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു. ബൈബിള് നമ്മളെ ഓർമ്മപ്പെടുത്തുകയല്ലേ, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാണ്. ദൈവം തെരഞ്ഞെടുത്തത് കൊണ്ടല്ലേ നമ്മൾ കർത്തൃസന്നിധിയിൽ കടന്നു വന്ന് കർത്താവേ എന്ന് ഹൃദയം തുറന്നും മനസ്സ് തുറന്നും പ്രാർത്ഥിക്കാൻ ഇടയാകുന്നത്. ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് അത്ര വലുതല്ലേ. 1 കൊരിന്ത്യരുടെ ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വചനത്തിൽ, ബുദ്ധിമാന്മാരിൽ നിന്നും ജ്ഞാനികളിൽ നിന്നും മറച്ച് ശിശുക്കളെ അവൻ അവിടുന്ന് തെരഞ്ഞെടുക്കുന്ന വലിയൊരു തെരഞ്ഞെടുപ്പ് നമുക്ക് കാണാൻ കഴിയുന്നു. ഭോഷന്മാരായവരെ തെരഞ്ഞെടുക്കുന്നു. ബുദ്ധിമാന്മാരെയല്ല ദൈവം തെരഞ്ഞെടുത്തത്. എന്റെ കഴിവല്ല, അവന്റെ കൃപയാണ്. എന്റെ യോഗ്യതയല്ല, അവന്റെ അഭിഷേകമാണ്. അവൻ എന്റെ വായിൽ അവന്റെ വചനം വെച്ചാൽ, ഞാൻ വായി തുറന്നാൽ മതി, അവൻ എന്റെ വായിലൂടെ പ്രവർത്തിക്കും. അവന്റെ കൃപയാണ് നമ്മെ ഇത്രത്തോളം നിർത്തിയത് പ്രിയമുള്ളവരെ. നമ്മുടേതായ ഒരു യോഗ്യത കൊണ്ടുമല്ല. അവൻ എന്നെ തെരഞ്ഞെടുത്തു. അവന്റെ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് മറ്റാർക്കും കിട്ടുന്നതിനേക്കാൾ എത്രയോ മഹത്വമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എത്ര സ്തുതിച്ചാലും, എത്ര ആരാധിച്ചാലും, എത്ര പ്രാർത്ഥിച്ചാലും മതിവരാത്ത വണ്ണം പാറ പൊട്ടിച്ചവനെയും റബ്ബർ വെട്ടിയവനെയും തെങ്ങ് കയറുന്നവനെയും മരം പിടിക്കുന്നവനെയും മത്സ്യം പിടിച്ചവരെയും ചുങ്കം പിരിച്ചവനെയും കച്ചവടം ചെയ്തവനെയും ഒക്കെ ദൈവം വിളിച്ച് അവന്റെ വേലയ്ക്കായി വേർതിരിച്ചില്ലേ. വലിയ ബിസിനസ് ചെയ്തവനും ചെറിയ ബിസിനസ് ചെയ്തവനെ എല്ലാം ദൈവം വിളിച്ചില്ലേ. ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പേ, അവന്റെ വേലയെ തികയ്ക്കേണ്ടതിനാണ് അവൻ നമ്മെ വിളിച്ചത്. അടുത്തത്, ദൈവപ്രസാദമാണ് നമുക്ക് വേണ്ടത്. അവൻ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിർത്തി, അവൻ നമ്മെ തെരഞ്ഞെടുത്ത്, നമ്മൾ ദൈവപ്രസാദമുള്ള എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ, അവന്റെ ഉള്ളം പ്രസാദിക്കണം. എന്റെ ജീവിതം എന്റെ കർത്താവിന്റെ ഹൃദയം പ്രസാദിക്കുന്ന വിധത്തിലേക്ക് മാറണം പ്രിയമുള്ളവരെ. കായേനും ഹാബേലും യാഗം കഴിച്ചപ്പോൾ ദൈവം പ്രസാദിക്കുന്നത് എന്റെ യാഗമായിരിക്കണമെന്നുള്ള വലിയ ഒരു പ്രാർത്ഥന അനുഭവത്തോടു കൂടി ആയിരിക്കണം ഞാൻ എൻ്റെ യാഗം
ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കേണ്ടത്. ഞാൻ ചെയ്യുന്ന പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിൽ എത്തണം. ഞാൻ യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നത് യേശു എനിക്ക് തരുന്ന അനുഭവത്തിലേക്ക് ഞാൻ പോകണം. 4 പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടു കൂടി ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥനാ ജീവിതം മുന്നേറേണ്ടത്. വചനത്തിന്റെ പരിജ്ഞാനം പ്രാർത്ഥനയിലൂടെ ആത്മാവിൽ വെളിപ്പെട്ട് അവന്റെ കൃപയിൽ എന്നെ നിർത്തണം. ഞാൻ സാക്ഷിയായി ദൈവസന്നിധി സാക്ഷ്യമുള്ളവനായി മുന്നേറുമ്പോൾ ദൈവം എന്നെ അവന്റെ ഉള്ളം കൈയിൽ താങ്ങുന്നത് നമുക്ക് അനുഭവപ്പെടാൻ കഴിയും. യെശയ്യാ പുസ്തകത്തിൽ എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മകനെ മകളെ എന്ന് എന്നെ വിളിച്ച് വേർതിരിക്കുന്നവന്റെ കൃപയിലേക്കൊന്ന് നമുക്ക് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പ്രഭാതം എന്റെ ജീവിതം ഒരു അനുഗ്രഹമാക്കി മാറ്റണം. എന്റെ വേദനകളും നൊമ്പരങ്ങളെയും ഏറ്റെടുത്ത് കൃപയിലേക്ക് കൊണ്ടുവന്നവനെ, അവിടുത്തെ ശക്തിയുള്ള ദൈവപ്രവൃത്തി എന്റെ ഉള്ളത്തിൽ നിറച്ച് അവൻ താങ്ങിയതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അവന്റെ അഭിഷേകം എന്റെ ഉള്ളിലുള്ളത് കൊണ്ടാ എനിക്ക് അവന്റെ നാമത്തെ ഉയർത്താൻ കഴിയുന്നത്. ഈ ശക്തിയുള്ള അഭിഷേകം കേട്ടുകൊണ്ടിരിക്കുന്നവന്റെ ഹൃദയം ചലിപ്പിക്കട്ടെ. തീയിറങ്ങുവാനും അഭിഷേകത്തിൽ നിറയുവാനും കർത്താവ് ഇടയാക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.